ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണുപ്രിയ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സെമിനാർ ടോപ്പിക്ക് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2090 ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ദി കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2090 introduced several amendments to the Companies Act 2030. Some of the key highlights of the Amendment Act are as follows. എന്ന് പറയുകയാണെങ്കിൽ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2030 കമ്പനീസ് ആക്ടിൽ നിരവധി അമെൻമെൻറ്റ്സ് അവതരിപ്പിക്കുന്നുണ്ട്. അമെൻമെൻറ്റ് ആക്ടിലെ ചില കീ ഹൈലൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സെക്ഷൻ 10A. അതിൻ്റെ അകത്ത് ഫസ്റ്റ്, എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2090 and having a share capital shall not commence any business or exercise any borrowing power unless. എന്ന് പറഞ്ഞാൽ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2090 ആരംഭിച്ചതിന് ശേഷമായിട്ടുള്ള ഒരു കമ്പനി ഒരു ഓഹരി മൂലധനമുള്ള ഒരു ബിസിനസ് ആരംഭിക്കുകയോ വായ്പ എടുക്കാനുള്ള അധികാരം പ്രയോഗിക്കുകയോ ചെയ്യില്ല. അതിൻ്റെ അകത്ത് എ declaration is filled by a director within a period of 180 days of the date of incorporation of the company in such form and verified in such manner as may be prescribed with the registrar, that every subscriber to the memorandum has paid the value of the shares agreed to be taken by him on the date of making of such declaration. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങിയത് മുതൽ 180 ദിവസത്തിനുള്ളിൽ ഒരു ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. നിർദ്ദേശിച്ച രീതിയിൽ തന്നെ പരിശോധനയും ചെയ്യുന്നു. മെമ്മോറാണ്ടത്തിലെ ഓരോ ഷെയർസിനും രജിസ്ട്രാർക്കൊപ്പം അത്തരം പ്രഖ്യാപനം നടത്തിയ തീയതിയിൽ എല്ലാം എടുക്കാൻ സമ്മതിച്ച ഷെയറുകളുടെ മൂല്യം അടയ്ക്കുന്നതാണ്. അതിൽ ബി, ദി കമ്പനി ഹാസ് ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ of its registration office has provided in subsection 2 of section 12. 2. If any default is made in complying with the requirements of its section, the company shall be liable to the penalty of 50,000 rupees, and every officer who is in default shall be liable to the penalty of 1,000 rupees for each day during which such default continues, but not succeeding an amount of 1 lakh rupees. എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യകതകൾക്ക് അനുസൃതമായി എന്തെങ്കിലും സ്ഥിരസ്ഥിതി വരുത്തിയാൽ കമ്പനിക്ക് 50,000 രൂപ പിഴ ഈടാക്കും. സ്ഥിരസ്ഥിതിയായിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ദിവസവും 1000 രൂപ വെച്ച് പിഴ ഈടാക്കുന്നുണ്ട്. ബട്ട് പിഴത്തുക ഒരിക്കലും 1,00,000 മുകളിലേക്ക് പോകുന്നില്ല. അടുത്തതാണ് രജിസ്റ്റേർഡ് ഓഫീസ് amendments of section 12. The principal act after subsection 8, a subsection 9 is inserted, which gave power to register to remove the name of the company from the register of companies. That is, the registrar has reasonable cause to believe that the company is not carrying on any businesses or corporations while making a physical variation of the registered office of the company. എന്ന് പറഞ്ഞാൽ സബ്സെക്ഷൻ 8 ശേഷമുള്ള ഒരു പ്രധാന നിയമത്തിൽ സബ്സെക്ഷൻ 9 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ പേര് കമ്പനിയുടെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ രജിസ്ട്രാർക്ക് അധികാരം നൽകുന്നു. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിൻ്റെ പരിശോധന നടത്തുമ്പോൾ കമ്പനി ഏതെങ്കിലും ബിസിനസ്സോ പ്രവർത്തനങ്ങളോ നടത്തുന്നില്ലെന്ന് വിശ്വസിക്കാൻ രജിസ്ട്രാർക്ക് ന്യായമായിട്ടുള്ള കാരണമുണ്ട്. അടുത്തത്
conversion of public company into private company, amendment of section 40. By inserting 1 subsection 1 for conversion of public company into private limited company, the approval of the power of tribunal has been transferred to central government. പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി മാറ്റുന്നതിന് സബ്സെക്ഷൻ ഉൾപ്പെടുത്തുന്നതിലൂടെ പവർ ഓഫ് ട്രിബ്യൂണൽ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു സെൻട്രൽ ഗവൺമെൻറ്. അപ്രൂവൽ ആക്കാനാണ്. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ദ ഡിസ്കൗണ്ട്, അമെൻഡ്മെൻറ്റ്സ് ഓഫ് സെക്ഷൻ 53. The substituted section provides for the penalty on company and the officers in default for issuing shares at the discount. The penalty amount is either the capital raised for 5 lakh, whichever is less. The company also has to refund the amount with 12% interest. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സെക്ഷനിൽ ഡിസ്കൗണ്ട് ഓഹരികൾ നൽകുന്നതിന് കമ്പനിക്കും ഓഫീസേഴ്സിനും സ്ഥിരമായിട്ട് പെനാൽറ്റി ഈടാക്കാറുണ്ട്. പിഴത്തുക ഒന്നുകിൽ സമാഹരിച്ച എമൗണ്ട് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ. 12% ഇൻട്രസ്റ്റ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തത് അൾട്ടറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇയർ, സെക്ഷൻ 241. As per section 241, an Indian company having holding subsidiary or associate company instituted outside India is allowed to change the financial year only with the approval of tribunal. As per the Amendment Act, the power of tribunal has been transferred to central government. എന്നാൽ സെക്ഷൻ 241 അനുസരിച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന സബ്സിഡറി അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനി കൈവശമുള്ള ഒരു ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ആക്കാൻ കഴിയുള്ളൂ. ആസ് പെർ അമെൻമെൻറ്റ് ആക്ടിൽ പ്രകാരം ട്രിബ്യൂണലിൻ്റെ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുണ്ട്. അടുത്ത മാറ്റേഴ്സ് ടു ബി സ്റ്റേറ്റഡ് ഇൻ പ്രോസ്പെക്ടസ്, സെക്ഷൻ 26. In this section, instead of registration of the prospectus with the registrar, the word filed with the registrar is substituted. എന്നാൽ രജിസ്ട്രേഷന് പകരം ഈ ഒരു വിഭാഗത്തിൽ രജിസ്ട്രാർ മൊത്തമുള്ള പ്രോസ്പെക്ട്സ് രജിസ്ട്രാർക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സെക്ഷൻ 135. In subsection 5, inserting after the word 3 immediately preceding financial years, the words of where the company has not completed the period has 3 financial years since its incorporation. During such immediately preceding financial years shall be inserted after subsection 5. The following subsection shall be inserted. എന്ന് പറഞ്ഞാൽ സബ്സെക്ഷൻ 5 സാമ്പത്തിക വർഷങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കമ്പനി സംയോജിപ്പിച്ചതിന് ശേഷം 3 ഫിനാൻഷ്യൽ ഇയർ കമ്പനി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ചേർക്കും. 6. In the case absent amount which does not related to any ongoing project, such amount shall be transferred to a fund specified in Schedule 7 within a period 6 months of the expiry of the financial year. സബ്സെക്ഷൻ 6 നിലവിലുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ചിലവില്ലാത്ത തുകയുടെ കാര്യത്തിൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച 6 മാസത്തിനുള്ളിൽ ഷെഡ്യൂൾ 7 വ്യക്തമാക്കിയ ഫണ്ടിലേക്ക് ആ തുക മാറ്റപ്പെടും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ സെമിനാർ ടോപ്പിക്ക്. താങ്ക് യു സോ മച്ച്.